കുരിശിൻ്റെ വഴിയുടെ സമാപനത്തിൽ വചനധ്യാനം ശ്രവിക്കാനുള്ള സമയമാണ്. ദുഃഖവെള്ളിയാഴ്ച ഇന്ന് കുരിശിനെക്കുറിച്ച് ധ്യാനിക്കുവാനും കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ നമ്മുടെ രക്ഷയുടെ ഉറവയായിട്ട് മാറുവാനായിട്ട് യേശു എപ്രകാരമാണ് തന്നെ സമർപ്പിച്ചത് എന്ന് നമുക്ക് ധ്യാനിക്കാം. നമുക്ക് വേണ്ടി ഈ വചന ചിന്തകൾ പകർന്നു നൽകുവാനായിട്ട് എത്തിയിരിക്കുക ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കപ്പൂച്ചിൻ അച്ഛനാണ്. അച്ഛൻ വില്ലാപാതുവ വലിയതുറ ആശ്രമത്തിലെ അച്ഛനാണ്. ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടെ വചന ധ്യാനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വന്യ വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഈ ഒരു ദുഃഖവെള്ളിയുടെ ഈ സായാഹ്നത്തിൽ നമ്മുടെ നാഥനും രക്ഷകനും ഗുരുവുമായ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവുമൊക്കെ ധ്യാനിക്കുന്ന ഈ ദിവസം ക്രൂശിതനായ ഈശോ നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രയാസങ്ങളിലും ദുഃഖ ദുരിതങ്ങളിലും സങ്കടങ്ങളിലും രോഗപീഠകളിലും കുരിശിലുമൊക്കെ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. അവിടുത്തെ കുരിശിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ആ കുരിശിനെ നമുക്ക് വണങ്ങാം, ആരാധിക്കാം. ഈ ഒരു ദുഃഖവെള്ളിയുടെ എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാവർക്കും നേരുകയാണ്. ആഗോള കത്തോലിക്ക സഭ ഈ വർഷം കൃത്യമായി പറഞ്ഞാൽ 2026 ജനുവരി 10 മുതൽ 2027 ജനുവരി 10 വരെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്രൂശിതനായ ഈശോയെ അനുഗമിച്ച ഒരു വിശുദ്ധനാണ്. അദ്ദേഹം മാനസാന്തരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ക്രൂശിതനായ ഈശോയെ അനുധാവനം ചെയ്യണം, അനുഗമിക്കണമെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ നിയമാവലിയുടെ ആദ്യത്തെ വരികൾ ഇങ്ങനെയാണ്: ക്രൂശിതനായ, പുവർ ഹംബിൾഡ് ക്രൂസിഫൈഡ് ജീസസ് ക്രൈസ്റ്റ്. അദ്ദേഹം അനുഗമിക്കുവാനും അനുധാവനം ചെയ്യുവാനും ആഗ്രഹിച്ചത് പാവപ്പെട്ടവനും ദരിദ്രനും ക്രൂശിതനുമായ ഈശോ മിശിഹായെ ഞാൻ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് പറയുവാനായിട്ട് ആഗ്രഹിച്ചത്, വിശുദ്ധൻ ക്രൂശിതനായ ഈശോയെ ഏറ്റവും അടുത്തറിയുകയും ആ സ്നേഹം അനുഭവിക്കുകയും അതിനെ അനുഗമിക്കുകയും ചെയ്തതാണ്. വിശുദ്ധൻ അതിരാവിലെ എഴുന്നേക്കും. വിശുദ്ധൻ അതിരാവിലെ എഴുന്നേറ്റിട്ട് ദേവാലയത്തിലേക്ക് പോകും. ദേവാലയത്തിലേക്ക് പോയിട്ട് ക്രൂശിതനായ ഈശോയുടെ മുൻപിൽ മുട്ടുകുത്തും. എന്നിട്ട് വിശുദ്ധൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: ക്രൂശിതനായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. വി അഡോർ യു ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ബിക്കോസ് ബൈ യുവർ ഹോളി ക്രോസ് യു ഹാവ് റിഡീംഡ് ദ വേൾഡ്. അങ്ങനെയാ പ്രാർത്ഥന. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഈ ദുഃഖവെള്ളിയാഴ്ച ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും ഒക്കെ സ്മരിക്കുമ്പോൾ ഈ ദേവാലയത്തിലും മനോഹരമായ ഒരു സ്റ്റാച്ചു ഉണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ക്രൂശിതനായ ഈശോയെ ഇങ്ങനെ ആഴത്തിൽ സ്നേഹിച്ചുകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനോഹരമായ രൂപമുണ്ട്. ക്രൂശിതനായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ
അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. നിന്ദനത്തിൻ്റെയും അപമാനത്തിൻ്റെയും അടയാളമായ ഈ കുരിശ് കാൽവരിയുടെ മലയിൽ യേശുക്രിസ്തു എടുത്തുയർത്തിയപ്പോൾ അത് രക്ഷയുടെ അടയാളമായി. അതിൽ നമ്മൾ അഭിമാനിക്കണം, സന്തോഷിക്കണം. കാരണം ഇത് നമ്മുടെ വീണ്ടെടുപ്പിന്റെ അടയാളമാണ് ഈ കുരിശ്. ഇംഗ്ലീഷിൽ മനോഹരമായ ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ പേര് ഇതാണ്, ദ ഫെയർ ലേഡി. ദ ഫെയർ ലേഡി. ആ സിനിമയിൽ അതിൻ്റെ ഇതിവൃത്തം ഇങ്ങനെയാണ്, അതിൻ്റെ കഥ ഇങ്ങനെയാണ്, സ്നേഹത്തെക്കുറിച്ചാണ്. ആ സിനിമയിലെ, ആ ഇംഗ്ലീഷ് സിനിമയിൽ ഈ നായകൻ നായികയോട് പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഈ നായകൻ പറയുമ്പോൾ ഈ നായിക കൊടുക്കുന്ന വളരെ മനോഹരമായ ഡയലോഗുണ്ട്. ഈ നായിക പറയും, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നിന്റെ പൊള്ളയായ വാക്കുകളെ ഞാൻ വെറുക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരിക. വേർഡ്സ്, വേർഡ്സ്, ഐ ആം ടയേർഡ് ഓഫ് വേർഡ്സ്. ഇഫ് യു ലവ് മീ, ഷോ മീ. നിങ്ങൾ ഈ കുരിശിലേക്ക് നോക്കിക്കേ, ഈ കുരിശിലേക്ക് നോക്കിക്കേ. കുരിശിലെല്ലാം ഉണ്ട്. പൗലോസ് അപ്പോസ്തലൻ എഫേസുകാർക്ക് എഴുതിയ 3-ാം അധ്യായം 18-ാം തിരുവചനം എന്താണ്? എല്ലാ വിശുദ്ധരോടൊപ്പം യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. ഞാൻ വീണ്ടും ആവർത്തിക്കണം ആ തിരുവചനം. നിങ്ങൾ ഈ കുരിശിലേക്ക് നോക്കണം. എല്ലാ വിശുദ്ധരോടൊപ്പം പൗലോസ് എഫേസുസിലെ സഭയെ ഉദ്ബോധിപ്പിക്കുകയാണ്. പറയുന്നത് ഇതാണ്, എല്ലാ വിശുദ്ധരോടൊപ്പം യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഉയരവും നീളവും വീതിയും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. സഭയില് അറിയപ്പെടുന്ന റേഡിയോ പ്രസംഗമൊക്കെ നടത്തിയ ഒരു വിശുദ്ധനാണ് ഫുൾട്ടൻ ജെഷിൻ. അദ്ദേഹം പറയും, ക്രോസ് ഈസ് എ പ്രോബ്ലം ആൻഡ് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ. കുരിശ് നമുക്ക് പ്രശ്നമാണ്, എന്നാൽ ക്രൂശിതനായ ക്രിസ്തുവില് നമുക്ക് ഉത്തരമുണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-5 തിരുവചനം, അവൻ വഹിച്ചത് നമ്മുടെ വേദനകളാണ്, അവൻ ചുമന്നത് നമ്മുടെ ദുഃഖങ്ങളാണ്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അതാണ് ആ തിരുവചനം, അതാണ് ആ തിരുവചനം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അനുദിനം കുരിശുകള്, പ്രയാസങ്ങള്, ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ഫുൾട്ടൻ ജെഷിൻ പറയുന്നത് പോലെ ഈ കുരിശിൽ നമ്മൾ അഭയം പ്രാപിക്കണം. കാരണം ഈ ക്രൂശിതനായ ഈശോയിൽ ഉത്തരമുണ്ട്. അതുകൊണ്ടാണ് നീറോ ചക്രവർത്തി പണ്ട് ആദിമസഭയെ പീഡിപ്പിക്കുന്നുണ്ട്. നീറോ ചക്രവർത്തിയുടെ ഭടന്മാര് പത്രോസിന്റെ അനുചരന്മാരെ, തൻ്റെ ശിഷ്യന്മാരെ വധിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ പത്രോസ് ലീഹ അവരോട് വിളിച്ചു പറയുന്നുണ്ട്, മെമന്റോം ഡോമിനി, കർത്താവിനെ ഓർക്കണം, ഈ കർത്താവിനെ ഓർക്കണം. പിന്നീട് പത്രോസിനെ കുരിശിലേറ്റായിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ പത്രോസിനെ നോക്കി കരയും. അപ്പോൾ പത്രോസ് അവരോട് വിളിച്ചു പറയും, മെമന്റോം ഡോമിനി, ഈ കർത്താവിനെ ഓർക്കണം. യേശയ്യാ പ്രവാചകൻ പറഞ്ഞില്ലേ, അവൻ വഹിച്ചത് നമ്മുടെ വേദനകളാണ്, അവൻ ചുമന്നത് നമ്മുടെ ദുഃഖങ്ങളാണ്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ ഈ കുരിശിനെ നമ്മൾ അനുധാവനം ചെയ്യണം, ഈ കുരിശിനെ നമ്മൾ വണങ്ങണം, ഈ കുരിശിനെ നമ്മൾ ആരാധിക്കണം. ഇതിൽ നമ്മൾ അഭിമാനം കൊള്ളണം, അഭയം പ്രാപിക്കുകയും ചെയ്യണം. ഫ്രാൻസിസ് പാപ്പ എഴുതിയ 4-ാമത്തെ ചാക്രിക ലേഖനം, അദ്ദേഹം 4 ചാക്രിക ലേഖനം എൻസിക്ലിക്കൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പായിട്ട് എഴുതിയ ചാക്രിക ലേഖനമാണ് ദി ലെക്സിറ്റ്നോസ് എന്ന് പറയും ഇംഗ്ലീഷിൽ, ഹി ലവ്ഡ് us.
അവൻ നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തില് പാപ്പ തൻ്റെ ഒരു ദർശനം പറയുന്നുണ്ട്. അതിൻ്റെ 10-ാം അധ്യായത്തിൽ അവസാനത്തെ ചാപ്റ്ററിൽ ഇത് എഴുതാനുള്ള കോണ്ടക്സ്റ്റ് നിങ്ങൾക്കറിയാം. അതായത് ഈശോ വിശുദ്ധ മാർഗ്രിറ്റ മേരി അലക്കോക്ക് എന്ന വിശുദ്ധയായ കന്യാസ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 350-ാം വാർഷികത്തിലാണ് ഈ ദി ലെക്സിഗ്നോസ് എന്ന് പറയുന്ന അവൻ നമ്മെ സ്നേഹിച്ചു എന്ന് പറയുന്ന ചാക്രിക ലേഖനം എഴുതുന്നത്. അതിൻ്റെ 10-ാമത്തെ അധ്യായം ഇതാണ്, സ്നേഹത്തിന് വേണ്ടിയുള്ള സ്നേഹം. അതിൽ പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്. പാപ്പ പറയും, ഈ ചിത്രശലഭമുണ്ടല്ലോ, ചിത്രശലഭം ഈ തേൻ നുകരാനായിട്ട് പൂവിലേക്ക് വരും. അതുപോലെ ഈശോ എന്താണ്, സ്നേഹത്തിന് വേണ്ടിയുള്ള സ്നേഹം. സ്നേഹമായ ഈശോ സ്നേഹം തേടി നമ്മളിലേക്ക് വരും. അപ്പോഴെന്ത് പറ്റും? ഈ ചിത്രശലഭമുണ്ടല്ലോ ഈ പൂവിലേക്ക് വരും, അതിൻ്റെ തേൻ നുകരാനും അതിൻ്റെ മണം ആസ്വദിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ വരുമ്പോൾ, അത് രുചിച്ചറിയാനായിട്ട് വരുമ്പോൾ എന്ത് പറ്റും? ഈ പാപ്പ പറയുന്നതാണ്, ബോഗേൻ വില്ല പോലുള്ള കടലാസ് പൂക്കൾ വന്നിരിക്കും. അത് പുറമേ നല്ല മോടി പിടിപ്പിക്കുന്നുണ്ട്, എന്നാൽ അതിൽ നിന്ന് തേനോ അതിൽ നിന്ന് മണമോ രുചിയോ ഒന്നുമില്ല. എന്നിട്ട് പാപ്പ ഈ പറഞ്ഞ പാപ്പ പറയുന്നതാണ്, ഈശോ വിശുദ്ധയായ മാർഗ്രിറ്റ മേരി അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, ഈ ഒരു നിസ്സംഗതയും അതുപോലെ തന്നെ സ്നേഹരാഹിത്യവും ഈശോയെ വളരെ ദുഃഖത്തിലാട്ടുന്നുണ്ട്. എന്നിട്ട് വിശുദ്ധയായ കന്യാസ്ത്രീയോട് ഈശോ പറയും, ഈ ആധുനിക കാലഘട്ടത്തിലെ കത്തോലിക്കന് ഇങ്ങനെ സ്നേഹരാഹിത്യത്തോടും നിസ്സംഗതയോടും ജീവിക്കുമ്പോൾ ഈശോ കുരിശിലേറിയതിനേക്കാൾ ഈശോയ്ക്ക് വലിയ വേദന ഉളവാക്കുന്ന കാര്യമാണ് ഈ നിസ്സംഗതയും ഈ സ്നേഹരാഹിത്യവും. പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങൾ ഈ കുരിശിൻ്റെ വഴിയിലൂടെ അനുധാവനം ചെയ്തുകൊണ്ട് ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ധ്യാനിക്കുമ്പോൾ ഒന്നെങ്കിൽ കത്തോലിക്കൻ എന്ന നിലയിൽ കണ്ണേറും കല്ലേറുമാകുന്ന തേന്മാവായിട്ട് മാറണം. ഇപ്പം മാങ്ങാക്കാലമല്ലേ, മാമ്പഴക്കാലമല്ലേ, നല്ല പഴുത്ത മാങ്ങയുള്ള മാവിന് കണ്ണും കിട്ടും കല്ലേറും കിട്ടും. ആദ്യം കണ്ണേറ്, പിന്നെ കല്ലേറ്. ദേ കുരിശിലേക്ക് നോക്കിക്കേ, ഓശാന ഞായറാഴ്ച അല്ലേ, ഈശോ കഴുതയുടെ പുറത്ത് വന്നപ്പോൾ അവന് കണ്ണേറ് കിട്ടി. പിന്നെ എന്ത് ചെയ്തു പറഞ്ഞു? ബറാബാസിനെ വിട്ടയക്കുക, ഇവനെ തൂക്കിക്കൊല്ലുക എന്ന് പറഞ്ഞ് കല്ലെടുത്തു. കണ്ണേറും കല്ലേറുമാകുന്ന തേന്മാവായിട്ട് നമ്മൾ മാറണം കത്തോലിക്കൻ. രൂപാന്തരീകരണം ഉണ്ടാകണം, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. അല്ലെങ്കിലോ ഇപ്പോഴുള്ള മാവിൻ്റെയൊക്കെ പ്രത്യേകതയില്ല, എന്താണ്? ഇത്തിക്കണി എന്ന് പറയില്ലേ, മാവിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? മാവിൻ്റെ നീരും ഊർജവും വെള്ളവും എല്ലാം ഈ ഇത്തിക്കണ്ണി ഊറ്റി കുടിച്ചിട്ട് ഇങ്ങനെ വീർത്ത് നിൽക്കും. അത് സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥതയുടെ ആധ്യാത്മികത വലിയ രീതിയിൽ ഇന്നത്തെ കാലത്ത് കൊട്ടിഘോഷിക്കപ്പെടുന്നുണ്ട്. അവിടെയാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ക്രൂശിതനായ ഈശോയിലുള്ള വിശ്വാസം ഏറ്റു പറയേണ്ടത്. ഒന്നെങ്കിൽ ക്രിസ്ത്യാനി എന്ന നിലയിൽ സ്വാർത്ഥതയുടെ സ്വസ്ഥതയിൽ ജീർണിച്ചിരിക്കാം. ഗുഡ് ഫോർ നത്തിങ്, ആരും തൊടൂല, ആരെയും തൊടൂല, ചത്തു ജീവിച്ച് കെട്ടുപോകുന്ന കെട്ട ജന്മമായിട്ട് ജീവിക്കാം. അല്ലെങ്കിലോ നിസ്വാർത്ഥതയുടെ അസ്വസ്ഥതയിൽ തേഞ്ഞില്ലാതായി തീരാം. നോക്കണം, ലുക്ക് അറ്റ് ദ ക്രോസ്, കുരിശിനെ നോക്കിക്കേ. നിസ്വാർത്ഥതയുടെ അസ്വസ്ഥതയിൽ തേഞ്ഞില്ലാതായി തീരാം. ഞാൻ ഓസ്കർ റൊമേരോയെ ഓർക്കുകയാണ്. നിങ്ങൾ കേട്ട് കാണും ഈ മഹത്തായ ഈ ആർച്ച് ബിഷപ്പിനെ കുറിച്ച്. എൽ സാൽവദോറിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഓസ്കർ റൊമേരോ, അദ്ദേഹം ഉണ്ടല്ലോ ഈ എൽ സാൽവദോറിലെ ആർച്ച് ബിഷപ്പായിട്ട് വരുമ്പോൾ പ്രാർത്ഥിച്ചും നയിച്ചും വളരെ സ്വസ്ഥപരമായ ജീവിതമായിരുന്നു ഈ എൽ സാൽവദോറിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഓസ്കർ റൊമേരോയുടേത്. എന്നാലുണ്ടല്ലോ അവിടെ പട്ടാള ഭരണമാണ്. പട്ടാള ഭരണം മൂലമുണ്ടല്ലോ വൈകുന്നേരങ്ങളിൽ അവിടെയുള്ള ചെറുപ്പക്കാരെ എല്ലാം ഉണ്ടല്ലോ ഈ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടു പോകും. പിറ്റേ ദിവസം രാവിലെ ഉണ്ടല്ലോ ഇങ്ങനെ വഴിയോരത്തുണ്ടല്ലോ ഈ ഡെഡ് ബോഡി, ഈ പിടിച്ചു കൊണ്ടുപോയ ചെറുപ്പക്കാരുടെ എല്ലാം ഡെഡ് ബോഡി ഇങ്ങനെ വഴിയോരങ്ങളിൽ കിടക്കും. അങ്ങനെ അകാലത്തിൽ പൊലിഞ്ഞുപോയ സ്വന്തം സഹോദരന്റെ ബോഡി എടുത്തുകൊണ്ട് സിമിത്തേരിയിൽ ശുശ്രൂഷ ചെയ്തിട്ട് സിമിത്തേരിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ സ്ത്രീ ഉണ്ടല്ലോ, ഈ സഹോദരി ആർച്ച് ബിഷപ്പ് ഈ ഓസ്കർ റൊമേരോയെ കാണും. എന്നിട്ട് കൈ ചൂണ്ടി പറയും,
ബിഷപ്പിനോട് കൈ ചൂണ്ടി പറയും, നീയാണ് ഞങ്ങളുടെ നാവ്, നീയാണ് ഞങ്ങളുടെ സ്വരം. ഇനി നീ ഞങ്ങൾക്ക് വേണ്ടി പട്ടാളത്തിനെതിരെ സംസാരിച്ചില്ലെങ്കിൽ ബിഷപ്പെ ആര് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കും? 1980 കാലഘട്ടം ബിഷപ്പ് അസ്വസ്ഥനായി. 80 കാലഘട്ടത്തിൽ ഇതുപോലൊരു വിശുദ്ധ വാരമാണ്. ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായിട്ട് ഓസ്കർ റൊമേറോ എന്ന ബിഷപ്പ് വരും. പട്ടാളം തടയും. എന്നിട്ടുമുണ്ടല്ലോ ആ ദിവസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ബിഷപ്പ് വന്ന് പട്ടാളത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ബലിയർപ്പിക്കും. കാസയും പീലാസയും എടുത്തുയർത്തുമ്പോൾ പട്ടാളം ബിഷപ്പിനെ വെടിവെക്കും. വെടിയേറ്റ് കാസയും പീലാസയും കൂടി ബിഷപ്പ് വീഴുമ്പോൾ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയും, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട ശരീരം, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടിയ ചിന്തിയ രക്തം. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. യോഹന്നാൻ കൂട്ടിച്ചേർക്കും, സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ കുരിശിൻ്റെ വഴിയിൽ ഇപ്പം അനുധാവനം ചെയ്തതാണ്. കുരിശിൻ്റെ വഴിയിൽ നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കാണും. കുരിശിൻ്റെ വഴിയിൽ നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചിട്ടുണ്ട്. ധീരത എന്ന് പറഞ്ഞാൽ ഇരയെ ഉണ്ടാക്കുന്നതല്ല, ഇരയ്ക്കൊപ്പം നിൽക്കുന്നതാണ്. വളരെ കാലികമാണ്. നമ്മൾ ഈ ദേവാലയത്തിൽ ഈ വെട്ടുകാട് പോലെയുള്ള തീർത്ഥാടന കേന്ദ്രത്തിലായിരുന്നു കൊണ്ട് ഈ വിശുദ്ധവാരം നമ്മൾ ആഘോഷിക്കുമ്പോൾ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ, ധീരത എന്ന് പറഞ്ഞാൽ ഇരയെ ഉണ്ടാക്കുന്നതല്ല, ഇരയ്ക്കൊപ്പം നിൽക്കുന്നതാണ്. മേരി സ്റ്റുഡ് ബൈ ദ ക്രോസ്. സത്യവാനായിരുന്നു, നീതിമാനായിരുന്നു, രക്ഷകനായിരുന്നു. ഈ യേശുക്രിസ്തുവിനെ ഫരിസയരും നിയമജ്ഞരും രാജാക്കന്മാരും കൂടെ ചേർന്ന് പിടിച്ച് കുരിശിൽ തറച്ച് ഇരയാക്കി തീർത്തപ്പോൾ ആ ഇരയ്ക്കൊപ്പം, ആ കുരിശിന്റെ ചുവട്ടിൽ ഇരയാക്കപ്പെട്ട ഈശോയ്ക്കൊപ്പം പരിശുദ്ധ കന്യകാ മറിയം നിന്നു. അതുകൊണ്ട് ധീരത എന്ന് പറഞ്ഞാലേ ഇരയെ ഉണ്ടാക്കുന്നതല്ല, ഇരയ്ക്കൊപ്പം നിൽക്കുന്നതാണ്. അത് ഇസ്രായേൽ ഉണ്ടാക്കിയാലും അമേരിക്ക ഉണ്ടാക്കിയാലും ഇറാൻ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ നമ്മൾ അയൽക്കാരെ ഈ പറഞ്ഞ ഇരയാക്കി തീർത്താലും അതല്ല അനുഗ്രഹിക്കപ്പെടുക. ഇരയ്ക്കൊപ്പം നിൽക്കാൻ പറ്റണം, അതാണ് ധീരത. അതുകൊണ്ട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരെയും ഇരയാക്കരുത്, കുരിശിൽ തറക്കരുത്, അപകീർത്തിപ്പെടുത്തരുത്, അവരുടെ പേരിന് കളങ്കം വരുത്തരുത്. ഇപ്പം പരീക്ഷാകാലമല്ലേ, കുഞ്ഞുമക്കളുടെ ഒരു വളരെ ഇന്നസെൻ്റ് ആയ പ്രാർത്ഥനയുണ്ട്. കുഞ്ഞുമക്കൾ പ്രാർത്ഥിക്കുകയാണ്, മാതാവേ പരീക്ഷയാണ്, പഠിച്ചിട്ടില്ല, പഠിക്കാതെ പരീക്ഷയ്ക്ക് വിജയം നൽകണമേ മാതാവേ. വളരെ ഇന്നസെൻ്റായിട്ട് പ്രാർത്ഥന, വളരെ നിഷ്കളങ്കമായ കുഞ്ഞുമക്കളുടെ പ്രാർത്ഥന. പഠിക്കാതെ എല്ലാവർക്കും പരീക്ഷ ജയിക്കണം, പണിയെടുക്കാതെ എല്ലാവർക്കും പണം സമ്പാദിക്കണം, കുരിശെടുക്കാതെ എല്ലാവർക്കും കിരീടം നേടണം. യേശു ക്രിസ്തു കുരിശുകളെ കുറിച്ച് പഠിപ്പിച്ച് മടിപ്പിച്ചവനല്ല, മറിച്ച് കുരിശിലൂടെ എങ്ങനെ രക്ഷ നേടാമെന്ന് കാണിച്ചു തന്നു. ആയതിനാൽ നമ്മളെല്ലാവരും, ഈ വിശ്വാസ സമൂഹം ഈ കുരിശിനെ വണങ്ങണം, ഈ കുരിശിനെ ആരാധിക്കണം, ഈ കുരിശിൽ അഭയം പ്രാപിക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കണം, കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു. ഈശോ നമ്മളെല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഈ പീഡാനുഭവത്തിൻ്റെ പ്രത്യേകിച്ച് ദുഃഖവെള്ളി ദിനത്തിൽ നമുക്ക് ഇന്ന് നല്ലൊരു സന്ദേശം നൽകിയത് ബഹുമാനയുടെ കുര്യാക്കോസ് അച്ഛനാണ്. നന്ദി അർപ്പിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. നാം കേൾക്കുകയായിരുന്നു അച്ഛൻ്റെ വചനവിചിന്തനത്തിൽ ഫ്രാൻസിസ് അസീസിയുടെ ഉദ്ബോധനം. 2-ാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസിയെ നമുക്ക് കാട്ടിത്തന്നുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിനെ നാം അനുഗമിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അച്ഛൻ നമ്മെ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു. അത് എപ്രകാരമെന്ന് ചോദിച്ചാൽ, വെറും വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ക്രിസ്തു അനുകരണമല്ല, പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ക്രൈസ്തവ ജീവിതമാണ് അതിസുപ്രധാനമെന്ന് അച്ഛൻ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു. കൂടാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ ഇപ്പോഴൊക്കെ ഉണ്ടാകുന്നതാണ് നിസ്സംഗതയും സ്വാർത്ഥതയും സ്നേഹരാഹിത്യവും. അതൊക്കെ വെടിഞ്ഞ് നിസ്വാർത്ഥരായി ജീവിക്കാനായിട്ട് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. വീണ്ടും അച്ഛൻ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു, ഇരയെ സൃഷ്ടിക്കുന്നതിനല്ല, ഇരയായി മാറുന്നതിലാണ് ക്രൂശിതൻ്റെ പ്രസക്തി ഇരിക്കുന്നത് എന്ന് അച്ഛൻ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു.
വീണ്ടും ഓസ്കാർ റമോരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയായിരുന്നു, ഇതാ മുറിക്കപ്പെട്ട ശരീരം, ഇതാ ചിന്തിയ രക്തം, ഇതാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് വേണ്ടത്. ധീരതയോടുകൂടി അച്ഛൻ, പ്രത്യേകിച്ചും ഞാൻ പലപ്പോഴും അച്ഛൻ്റെ പ്രഘോഷണങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. കർത്താവിന് വേണ്ടിയിട്ട് ഭയമില്ലാതെ പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും സത്യം വിളിച്ചു പറയുമ്പോൾ ഭീഷണിപ്പെടുത്തലും ആരോപണങ്ങളും അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അച്ഛൻ പറയുകയായിരുന്നു, മാങ്ങയെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കല്ലെറിയും, നോക്കിയാൽ മാത്രം പോലെ കല്ലെറിയും, കാരണം അതിൽ നല്ല പഴമുണ്ട്, മാങ്ങയുണ്ട്. അപ്പോൾ പലപ്പോഴുമൊക്കെ അച്ഛൻ്റെ ജീവിതം ഇതുപോലെ കടന്നുപോയ ഒരു വ്യക്തിത്വം തന്നെയാണ്. അപ്പോൾ തീർച്ചയായും അച്ഛനും ഫ്രാൻസിസ് അസീസിയുടെ സഭാ സമൂഹത്തിൽ അംഗം തന്നെയാണ്. വലിയൊരു സന്ദേശമാണ് ക്രൂശിതനായ ഈശോയെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചത്. ഇത്തരുണത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഇടവകയോട് വലിയ ഉദ്ബോധനങ്ങൾ നൽകി ഞങ്ങളെ കൂടുതൽ നേരം ചിന്തിപ്പിക്കുകയും ധ്യാനിപ്പിക്കുകയും യേശുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്ത ബഹുമാനയുടെ കുര്യാക്കോസ് അച്ഛന് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ സ്നേഹം നിരവധിയായിട്ട് എന്ന് നിലനിൽക്കട്ടെ. കൂടുതൽ ഫലം ഈ ലോകം മുഴുവനും കൊണ്ടെത്തിക്കുവാനായിട്ട് ഈശോ അച്ഛനെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വികാരി അച്ഛൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമുക്കൊരു കൈയ്യടി കൊടുക്കാം. ഇനി നമ്മൾ തുടർന്ന് എല്ലാവർക്കും മുട്ടിന്മേലായിരിക്കാം, നമുക്ക് ആശീർവാദം ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് മുട്ടുമേൽ നിൽക്കാം. നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും മുട്ടുകുത്തുന്നു, എല്ലാവരും, ആരും ഇരിക്കുന്നില്ല, മുട്ടുകുത്തുന്നു. ക്രൂശിതനായ ഈശോയെ നോക്കുന്നു, ഏറ്റു പറയാം. ക്രൂശിതനായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. ക്രൂശിതനായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. ക്രൂശിതനായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ദൈവമേ നീ ക്ഷമിക്കാന്ന് പാടാം. കർത്താവ് നിങ്ങളോടുകൂടെ
ആത്മാവോടും കൂടെ ഈ കുരിശിൻ്റെ വഴിയിലൂടെ ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ധ്യാനിക്കുകയും നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും കുരിശുകളെല്ലാം അവിടുത്തെ കുരിശിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കളെയും ക്രൂശിതനായ ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും